പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ രസീതില്ലാതെ വഴിപാട് വിതരണം ചെയ്ത സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വിജിലൻസ് കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു സംഭവം അറിഞ്ഞത്? ഈ രസീതില്ലാതെ വഴിപാട് വിതരണം ചെയ്യാൻ ഇടയായ സംഭവം എന്താണ്? വീണ, പന്തളം ദേവസ്വത്തിന്റെ കീഴിലുള്ള അധീനതയിലുള്ള പ്രദേശങ്ങളിൽ രസീതില്ലാതെ വഴിപാടുകൾ വിതരണം ചെയ്യുന്നു എന്നുള്ള പരാതി വിജിലൻസ് വിഭാഗത്തിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് ഉദ്യോഗസ്ഥർ കൃത്യവിലോപം നടത്തുകയും ഡിപ്പാർട്ട്മെന്റിനെ കബളിപ്പിക്കുന്ന രീതിയിൽ രസീതില്ലാതെ വഴിപാട് വിതരണം ചെയ്യുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തത്. അരവണ, ഉണ്ണിയപ്പം അടക്കമുള്ള സാധന സാമഗ്രികളാണ്, വഴിപാട് വിഭവങ്ങളാണ് രസീതില്ലാതെ ഇവർ വിതരണം ചെയ്തത് എന്നുള്ള കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ഉദ്യോഗസ്ഥരെ, അറുകാലിക്കൽ സബ് ഗ്രൂപ്പ് ഓഫീസർ ഗോപകുമാർ, പുള്ളുരുണി ദേവസ്വം കഴകം സുരേഷ് കുമാർ എന്നിവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൊട്ടാരക്കര ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന അറുകാലിക്കൽ സബ് ഗ്രൂപ്പിന്റെ ഓഫീസറാണ് ഗോപകുമാർ. ഒപ്പം തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനായിട്ടുള്ള പുള്ളുരുണി ദേവസ്വം കഴകം സുരേഷ് കുമാറിനെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിൽ നിന്നും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് തീർത്ഥാടനം തുടങ്ങിയ സമയത്താണ് രസീതില്ലാതെ ഇത്തരത്തിൽ അനധികൃതമായിട്ട് തീർത്ഥാടന വഴിപാട് വിഭവങ്ങൾ വിതരണം ചെയ്യുന്നു എന്നുള്ള ഒരു പരാതി വിജിലൻസ് വിഭാഗത്തിന് ലഭിക്കുന്നത്. തുടർന്നായിരുന്നു ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയത്. ഈ പരിശോധനയിലാണ് അനധികൃതമായിട്ടുള്ള വഴിപാട് രസീതില്ലാതെ വിതരണം ചെയ്യുന്നുവെന്നും ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർ എന്ന നിലയിലുള്ള കൃത്യവിലോപം കാണിക്കുന്നു എന്നുള്ള കണ്ടെത്തലും ഉണ്ടായത്.